സാർ സ്ട്രോങ് ആയിട്ട് പ്രിൻസിപ്പളിനോട് പറയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കോപ്പറാങ്ങോട്ട് അല്ല സ്കൂളാകുമ്പോൾ ചില കളി തമാശയൊക്കെ വേണമല്ലോ. നമ്മുടെ സ്കൂളിലെ കോക്കോ ടീമിലെ കുട്ടികളുടെ രക്ഷാകർത്താക്കളാണ്. ടീച്ചറോട് അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയും. ടീച്ചറെ, ഞാൻ അഞ്ജുവിന്റെ അച്ഛനാ. കളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഈ സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അയ്യോ, പക്ഷെ ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. എന്റെ ടീച്ചറെ, ഞങ്ങൾ കുട്ടികളെ വിടുന്നതേ വല്ലത് 4 അക്ഷരം പഠിക്കാനാ, അല്ലാതെ കളിച്ചു നടക്കാനല്ല. ഞങ്ങൾക്കോ ഈ തുരുത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. പിള്ളേരുടെ ഭാവിയെങ്കിലും നിങ്ങൾ നശിപ്പിക്കരുത്. അയ്യോ സർ, അവരുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ അവസരങ്ങളുടെ ഒരു ലോകമായിരിക്കും അവർക്ക് തുറന്നു കിട്ടാൻ പൊന്നു ടീച്ചറെ, ഞങ്ങൾ കുട്ടികളെ ഒളിമ്പിക്സിനൊന്നും വിടാൻ പോകുന്നില്ല. ഞങ്ങൾ വെറും സാധാരണക്കാരാ. ഞങ്ങളുടെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എടുക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. അല്ല, ഞങ്ങൾ എന്ത് വിശ്വസിച്ചാ ടീച്ചറിന്റെ കൂടെ ഞങ്ങളുടെ കുട്ടികളെ ഇത്രത്തോളം ദൂരം വിടുന്നത്? പറഞ്ഞു കൊടുക്ക്. എന്ത് നേരത്തിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടണ്ടേ? നീ ഇത്രയും ദൂരെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ? അത് ഒറ്റയ്ക്ക് ഇവിടെ അടുത്തെങ്ങാണ്ട് നോക്കിയാൽ പോരായിരുന്നോ? ഇതേതോ പട്ടിക്കാട്ടില്. മറിയ, കാശിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ജീവിതത്തില്? നിനക്ക് ഒറ്റയ്ക്ക് കുടുംബം നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കിയാനല്ലോ. വെറുതെ എന്റെ ജീവിതം തുലയ്ക്കാനായിട്ട്. ഞാൻ പറയാൻ നീ ഒന്ന് സമാധാനത്തോടെ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഒന്ന് നിർത്ത്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? വയ്യാത്ത എന്റെ മമ്മിയും എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് നിനക്ക് ആ നശിച്ച ജോലിക്ക് പോകണമെന്നല്ലേ? അല്ല, ഇപ്പൊ നിനക്കെന്താ? എന്റെ മമ്മിയല്ലേ? നീ പോണ്ട, കൂടുതലൊന്നും പറയാനില്ല. ഒന്നിരിക്കോ? എന്താ ഞാൻ പറയാൻ നീ ഒന്ന് കേക്ക്. ഈ ജോലി നമുക്ക് 3 പേർക്കും കൂടെ വേണ്ടിയാണ്. എത്ര പേർക്ക് എത്ര കാശ കൊടുക്കാനുള്ള വല്ല ഐഡിയ ഉണ്ടോ? കടം കയറി ആകെയുള്ള വീടും കൂടെ പോവാറായി. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാകാനുള്ള നിന്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉള്ളത് മൊത്തം കൊണ്ടുപോയി തൊലച്ചിട്ടുണ്ട്. ഇനി ബാക്കി കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ പറയാൻ നീ ഒന്ന് മനസ്സിലാക്ക. ഈ ജോലി നമ്മുടെ അവസാനത്തെ കച്ചി തരുമ്പോ അത് ഞാൻ ഇങ്ങനെ കൊണ്ടേ കളയുന്നേ. നിനക്ക് വരാൻ പറ്റില്ലേ കുഴപ്പമില്ല, മമ്മീനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ്. നീ അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. ത്യാഗാണോ അത്? അതെ, നീ വരുന്നതിന് മുമ്പ് മമ്മിയെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും സ്വന്തം മോ നോക്കുന്ന പോലെ ആവൂലല്ലോ. ബെൻ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. മമ്മിക്ക് ഇപ്പൊ ആവശ്യം എന്നെയാണ്. ഞാൻ നോക്കിക്കോളാം പ്ലീസ്. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിനക്ക് പോണേ പൊക്കോ, പോയി സന്തോഷമായിട്ട് നിന്റെ ജോലി. മമ്മിയെ ഞാൻ നോക്കും. നീ മമ്മി ഇവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ അവിടെ പോയി സന്തോഷമായിട്ട് നിൽക്കുന്നേ? എന്തിനാ ഈ വാശി? അത് വിട്. ഞാൻ പറഞ്ഞല്ലോ മറിയ, എനിക്ക് മമ്മിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ പട്ടിക്കാട്ടിലോട്ടും വരാൻ പറ്റില്ല. മമ്മിയെ ഞാൻ നോക്കി. ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ആ മമ്മി ദാ വരുന്നു. ടീച്ചറെ, ദയവ് ചെയ്ത് ഞങ്ങളുടെ പിള്ളേരെ വഴിതെറ്റിക്കരുത്. അവർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലെന്നേ. കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചതാണ്. പുറത്തു പോയി കളിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുട്ടികളുടെ ആത്മവിശ്വാസവും കാഴ്ചപ്പാടും എല്ലാം മാറും. ഖോഖോ അതവരുടെ രക്തത്തിലുള്ളതാണ്. നാളെ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ കളിച്ചവർ ജയിച്ചു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവും, നല്ലൊരു ജോലി ഉണ്ടാകും. നിങ്ങളൊക്കെ പോലെ തന്നെ ഒരു സാധാരണക്കാരനായിരുന്നു എൻ്റെ അച്ഛനും. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജോലിയും ശമ്പളവും എല്ലാം ഉള്ളത്. ഇതിനുള്ളൊരു അവസരം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ വള്ളക്കടവിൽ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും. അവരെല്ലാവരും വന്നാൽ ഞങ്ങൾ അവിടെ പോയി കളിക്കും. ടീച്ചറെ, ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നു. അവരൊന്നും വിട്ട് കാണത്തില്ല. ഒരു 10 മിനിറ്റും കൂടെ നോക്കാം. ടീച്ചറെ, അത് വേണോ? ഇനി അവർ വരാൻ പോണേ. പക്ഷെ അതിലൊരാൾ മാത്രമാണ് വരുന്നതെങ്കിൽ പോലും ഞാൻ അവളെ അവിടെ കൊണ്ടുപോകും. എന്നിട്ട് കാണിച്ചു കൊടുക്കും അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ലോകം കീഴടക്കുന്നത് എന്ന്. ടീച്ചറെ,
കീഴടകം കീഴടക്ക് ഇന്നലെകൾ നീ മറക്ക് സദാ സദാ നീ തല പൊക്കി നടക്ക് അഞ്ജു, നീ എന്താ ഇവിടെ? ഞാൻ എവിടെയൊക്കെ നോക്കി. നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുവായിരുന്നു. ശിവൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്തുപറ്റി ടീച്ചർ? കളി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? അത് ശരിയാവില്ല. ഇപ്പൊ പോയാലേ ഉച്ചയ്ക്കുള്ള ബസ് കിട്ടും. വിട്ടോ. ശരിക്കും ടീച്ചറിന്റെ പ്രശ്നം എന്താ? ഞാൻ ശിവേട്ടനോട് സംസാരിച്ചോ? അഞ്ജു, നീ ഈ ടീമിന്റെ ക്യാപ്റ്റനാണ്. നീ ഇപ്പോൾ ഉണ്ടാവേണ്ട അവരുടെ കൂടെയാ, അല്ലാണ്ട് കറങ്ങി നടക്കുകയല്ല. അങ്ങോട്ട് ചെല്ല്. ഫൈനൽ മത്സരത്തിനായി സെന്റ് മേരീസ് കങ്ങഴയെയും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുന്തുരുത്തിനെയും ഈ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ല വേദന ഉണ്ടോ? എന്തുപറ്റി? എന്താ പ്രശ്നം? എന്താ? ടീച്ചർ പൊക്കോട്ടും വയ്യ, ഒരുപാട് ഛർദിച്ചു. നിങ്ങൾ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോ? പറ, കഴിച്ചോല്ലോ? പേടിക്കണ്ട, സത്യം പറ. പുറത്തുനിന്ന് വല്ലതും കഴിച്ചോ? നമ്മൾ ഐസ്ക്രീം കഴിച്ചു ടീച്ചറെ. എവിടുന്ന്? ക്യാൻറ്റീന്നാണ് ടീച്ചറെ കഴിച്ചേ. ഇവർക്ക് രണ്ടുപേർക്കൊന്ന് ഫൈനൽസ് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ മൊത്തം ഇനി 10 പേര് മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആകെയുള്ളത് ഒരാളാണ്. പരിക്ക് പറ്റിയാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കളിക്കണം. സോറി ടീച്ചർ. സാരമില്ല, പോട്ടെ, കരയാണ്ടിരിക്കും. സോറി ടീച്ചർ, ഞാൻ അവരെയും കൂട്ടി ഐസ്ക്രീം കഴിക്കാൻ പോയത്. സാരമില്ല. ആദ്യമായിട്ട് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയതിൻ്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റ് അത് ബാധിക്കുന്ന നമ്മൾ മുഴുവൻ ടീമിനെയായിരിക്കും. തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ ഇനി അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. ഞാൻ മരുന്നെടുത്തിട്ട് വരാം. സാരമില്ല, പോട്ടെ. കുഴപ്പമില്ലടോ, നമുക്ക് ശരിയാക്കാം.